ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചീരത്തോരൻ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, ചീര നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരുപാട് മൂലകങ്ങളും ജീവകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ്. ഒരുവിധം എല്ലാ വിറ്റാമിനുകളും വിറ്റാമിൻ സി, വിറ്റാമിൻ എ, വിറ്റാമിൻ കെ, കാൽസ്യം, വിറ്റാമിൻ ഇ, മാഗ്നീഷ്യം, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡൻറ്റ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ് ചീര. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചീരയിൽ അടങ്ങിയിരിക്കുന്നു. കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ലൂട്ടിൻ, സിയാക്സാന്തിൻ മുതലായ നിരവധി സസ്യ സംയുക്തങ്ങൾ ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 1 കിലോ ചീരയാണ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെട്ടിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചീരത്തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, 5 ഉണക്കമുളക്, അല്പം കടുക്, പിന്നെ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് ചേർക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർക്കാം. അപ്പോൾ ഉണക്കമുളക് ചേർക്കുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഉണക്കമുളക് കരിഞ്ഞു പോകും. തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഉണക്കമുളക് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള നന്നായി ഒരുവിധം വഴന്നതിന് ശേഷം, വല്ലാതെ വഴലേണ്ട കാര്യമില്ല, ഒരുവിധം വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ പ്രധാന ചേരുവയായ ചീര, അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീര ചേർക്കാം. ചീര ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ചേർക്കണം. ഇത് ഏകദേശം നിറച്ചുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ചൂടായതിന് ശേഷം മാത്രമേ ഇളക്കി ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് പോകും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് 2 ചെറിയ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിച്ച് വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് മാറ്റാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം. ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചീര ഏകദേശം റെഡിയായി. എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ചീരത്തോരൻ. വളരെ പോഷകദായകമായിട്ടുള്ള ഒരു തോരനാണ് ഈ ചീരത്തോരൻ. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ കെ, കാൽസ്യം എന്നിവ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും അയൺ, കൊളീജിയൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാൽ മുടി കൊഴിച്ചിൽ തടയുകയും മുടി തഴച്ചു വളരുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ചീരത്തോരൻ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.